ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഹെൽത്തി ടോക്ക് സീരീസിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഹാൻഡ് ആൻഡ് ഫുഡ് കെയറിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ബോഡി പാർട്ട് പോലെ തന്നെയും ഇപ്പോൾ നമ്മൾ ഹെയർ നോക്കുന്ന പോലെയും നമ്മുടെ സ്കിന്ന് നോക്കുന്ന പോലെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് അറ്റൻഷൻ കൊടുക്കേണ്ട രണ്ട് ബോഡി പാർട്സാണ് നമ്മുടെ ഹാൻഡും നമ്മുടെ ഫീറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്തിനാണ് നമ്മളിത് ഇത്രയും കെയർ ചെയ്യേണ്ടത്, ഈ ബോഡി പാർട്സ് എന്തിനാണ് ഇത്രയും കെയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടേക്കിംഗ് കെയർ ഓഫ് അവർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഈസ് എസെൻഷ്യൽ നോട്ട് ഓൺലി ഫോർ മെയിൻറ്റെയിനിങ് ഹൈജീൻ ബട്ട് ഓൾസോ ഫോർ ഓവറോൾ വെൽബീയിങ്. നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനും കൂടിയിട്ടാണ് നമ്മൾ ഈ ഹാൻഡും ആൻഡ് നമ്മുടെ ഫീറ്റും കെയർ ചെയ്യേണ്ടത്. അവർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആർ എമംഗ് ദ ഹാർഡസ്റ്റ് വർക്കിംഗ് പാർട്സ് ഓഫ് അവർ ബോഡി ആൻഡ് ദേ ഡിസേർവ് റെഗുലർ അറ്റൻഷൻ ടു കീപ് ദം ഹെൽത്തി ആൻഡ് ഫങ്ഷൻ. അതായത് നമ്മുടെ ഈ രണ്ട് ബോഡി പാർട്സ്, അതായത് ഹാൻഡും നമ്മുടെ ലെഗ്സും ആയിരിക്കും നമ്മുടെ ബോഡി പാർട്സിലെ ഏറ്റവും ഹാർഡസ്റ്റ് വർക്കിംഗ് ആയിട്ടുള്ള, കൂടുതലും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ എക്സ്റ്റേണലി വർക്ക് ചെയ്യിപ്പിക്കുന്ന രണ്ട് ബോഡി പാർട്സാണ് ഹാൻഡും ഫീറ്റും. അപ്പോൾ ഈ ബോഡി പാർട്സ് രണ്ടും ഒരു റെഗുലർ അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫുൾ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഫങ്ഷനലിന് വേണ്ടിയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബോഡി പാർട്സാണ് ഈ ഫീറ്റും ഹാൻഡും. ആദ്യം നമുക്ക് ഫുഡ് കെയറിനെ പറ്റി നോക്കാം. അവർ ഫീറ്റ് ബെയർ ദ വെയിറ്റ് ഓഫ് അവർ എൻ്റയർ ബോഡി ആൻഡ് ആർ സബ്ജക്റ്റഡ് ടു കോൺസ്റ്റന്റ് പ്രഷർ മേക്കിംഗ് ദം പ്രോൺ ടു വേരിയസ് ഇഷ്യൂസ് ഇഫ് നോട്ട് കെയർഡ് ഫോർ പ്രോപ്പർലി. അതായത് നമ്മുടെ എൻ്റയർ ബോഡിയുടെ വെയിറ്റ് താങ്ങുന്ന ഒരു ബോഡി പാർട്ടാണ് നമ്മുടെ ലെഗ്സ്. അപ്പോൾ ഈ ലെഗ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഓവറോൾ നമ്മുടെ ഹെൽത്തും മോശമാകും. അത് പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ഫങ്ഷനും, നമുക്ക് വാക്ക് ചെയ്യാനോ റൺ ചെയ്യാനോ ഒന്നും പറ്റുമില്ല. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഹൈജീൻ, അതായത് നമ്മുടെ ഫീറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഫുഡ് കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എപ്പോഴും നമ്മുടെ ഫീറ്റ് ക്ലീൻ ആക്കി വെക്കാം. അത് നമ്മുടെ മൈൽഡ് സോപ്പും വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടോസും എല്ലാം വാഷ് ചെയ്ത് നല്ല ക്ലീനായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫുഡ് കെയറിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അത് നമ്മുടെ ബാക്ടീരിയയൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും. ദെൻ മോയ്സ്ചറൈസേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ വിൻ്റർ സീസൺ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് ലെഗ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയാലും നമുക്ക് മോയ്സ്ചറൈസ് ചെയ്തില്ലെങ്കിൽ അത് സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്കിന്നിന് വേറെ അലർജി അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ പെട്ടെന്ന് മോയ്സ്ചറൈസ് ചെയ്യുക ഡ്രൈ ആവുന്ന ടൈമിൽ. നമ്മുടെ സ്കിന്നൊക്കെ ക്രാക്ക് ആവാതിരിക്കാനാണ് നമ്മൾ മോയ്സ്ചറൈസർ കാലിൽ അപ്ലൈ ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് ട്രിമ്മിങ് നെയിൽസ്. നമ്മുടെ ടോ നെയിൽസ്, trim our toenails straight across to avoid ingrown nails. Be cautious not to cut them too short or too close to the skin to prevent pain and infection. അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ടോനെയിൽസ് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ ഇൻഗ്രോൺ നെയിൽസ് വരും. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നെയിൽ കട്ട് ചെയ്യുമ്പോൾ സ്കിന്നിനോട് അടുത്ത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യാതെ ശ്രമിക്കുക. ദെൻ wearing appropriate footwears. Choose shoes that fit well and provide adequate support. Avoid wearing tight or ill-fitting shoes for extended periods as they can blisters and other foot problems. നമുക്ക് കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന, നമുക്ക് കംഫർട്ടായിട്ടുള്ള ഫുട്വെയർസ് സജസ്റ്റ് ചെയ്യാം. കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ടൈറ്റ് ഷൂസ് അല്ലെങ്കിൽ ടൈറ്റ് ഫുട്വെയർസ് ഒഴിവാക്കുക. Then fifth one is regular inspections. Check our feet regularly for any signs of cuts, sores or change in color or texture. Early detection of problems can prevent them from becoming more serious. എപ്പോഴും നമ്മുടെ കാല് ശ്രദ്ധിക്കുക. കാലിൻ്റെ സ്കിന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും അലർജി വരുന്നുണ്ടോ, എവിടെയെങ്കിലും പൊട്ടലുണ്ടോ, നെയിൽസും നമ്മുടെ ഫീറ്റിലെ നെയിൽസും ശ്രദ്ധിക്കുക. കാര്യം ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ റെഗുലർ ഇൻസ്പെക്ഷൻ അത്യാവശ്യമാണ്. ദെൻ ഫുട്ട് എക്സസൈസസ്. സ്ട്രെച്ചിങ് ആൻഡ് എക്സസൈസിങ് അവർ ഫീറ്റ് ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് സർക്കുലേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി, റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് കണ്ടീഷൻസ് ലൈക്ക് പ്ലാന്റർ ഫാസിലിറ്റീസ് ആൻഡ് എക്സെട്ര. അതായത് നമ്മുടെ ഫൂട്ടിന് വരുന്ന സ്കിൻ ഡിസീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ വരുന്ന പെയിൻഫുൾ
എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഫീറ്റിനും എപ്പോഴും ഒരു എക്സസൈസ് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് മസാജോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൊഫഷണൽ കെയർ. ഇഫ് യു ഹാവ് ഡയബറ്റീസ് ഓർ അതർ മെഡിക്കൽ കണ്ടീഷൻസ് അഫക്റ്റിംഗ് യുവർ ഫീറ്റ്, റെഗുലർ വിസിറ്റ്സ് ടു എ പോഡിയാട്രിസ്റ്റ് ആർ ക്രൂഷ്യൽ ഫോർ പ്രിവെൻറ്റീവ് കെയർ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ. അതായത് ഇപ്പം നമ്മൾ എത്രയൊക്കെ നോക്കിയിട്ട് നമ്മുടെ എന്തെങ്കിലും നമുക്കുള്ള അസുഖങ്ങൾ വെച്ചിട്ട് നമ്മുടെ ലെഗ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കെയർ ചെയ്യാൻ ശ്രമിക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി നമ്മൾ ഹാൻഡ് കെയറിനെ പറ്റിയിട്ട് നോക്കാം. Our hands are constantly exposed to the environment and come into contact with various surfaces and substances throughout the day. Proper hand care is not only important for hygiene but also for maintaining the skin's integrity and preventing infections. അതായത് നമ്മുടെ ഹാൻഡാണ് കൂടുതലും എക്സ്പോസ് ആയിട്ട് നിൽക്കുക. നമ്മൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ പുറത്തെ എൻവയോൺമെൻറ്റിനും സർഫസിനോടും അല്ല നമ്മുടെ സണ്ണിനോട് കൂടി എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡി പാർട്ടാണ് ഹാൻഡ്. ഇത് ഹൈജീന് വേണ്ടി മാത്രമല്ല നമ്മൾ ഹാൻഡ് ക്ലീൻ ചെയ്യേണ്ടത്, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടി. കാര്യം നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഹാൻഡ് വെച്ചിട്ടല്ലേ. അപ്പോൾ ഹാൻഡാണ് നമ്മൾ കൂടുതലും ക്ലീനാക്കി ഹൈജീനാക്കി വെക്കേണ്ടത്. അപ്പോൾ ഹാൻഡ് കെയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ടിപ്സ് നോക്കാം. അതിന് മുന്നേ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഹാൻഡ്സും ലെഗ്സും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്തത്. അപ്പോൾ ഹാൻഡ് കെയറിന് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ലെഗ് പോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ഹാൻഡ് വാഷിംഗ് ആണ്. വാഷിംഗ് അവർ ഹാൻഡ്സ് ഫ്രീക്വൻലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേസ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ്. Be sure to lather thoroughly, including between the fingers and under the nails, and rinse well. അതായത് നമ്മുടെ സോപ്പും സോപ്പോ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് നമ്മളുടെ ഹാൻഡ് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ആൻഡ് ദെൻ മോയ്സ്ചറൈസിങ്. ഹാൻഡ് വാഷിംഗ് ക്യാൻ സ്ട്രിപ്പ് ദ സ്കിൻ ഓഫ് ഇറ്റ്സ് നാച്ചുറൽ ഓയിൽസ് ലീഡിങ് ടു ഡ്രൈനെസ് ഓർ ഇറിറ്റേഷൻ. യൂസ് എ മോയ്സ്ചറൈസിങ് ഹാൻഡ് ക്രീം or lotion after washing to keep your skin hydrated and soft. നമ്മൾ എന്തെങ്കിലും ഡേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് അല്ലെങ്കിലും ഉപയോഗിക്കണം കേട്ടോ. ഹാർഷായിട്ടോ അല്ലാതെയോ നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽസ് പോകും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. ദെൻ നെയിൽ കെയർ. കീപ്പിംഗ് യുവർ നെയിൽസ് ക്ലീൻ and trim to prevent dirt and bacteria from accumulating underneath them. Use a nail brush to gently scrub under the nails when washing your hands. നമ്മൾ നെയിൽ വൃത്തിയാക്കി വെക്കേണ്ടതിന് കാര്യം നമ്മൾ ഹാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാം. നമ്മൾ ഫുഡ് കഴിക്കുന്ന ആയിക്കോട്ടെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ നെയിൽസിൽ പല ടൈപ്പ് ബാക്ടീരിയയും നെയിൽസിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ നെയിൽസ് കെയർ ചെയ്ത് ഹൈജീനാക്കി വെക്കാം. Then fourth one is protective measures. Wear gloves when working with harsh chemicals or performing tasks that expose your hands to potential injury or irritation. This includes gardening, cleaning and handling chemicals. നമ്മുടെ ഗാർഡനിങ്, ക്ലീനിങ്, പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഹാൻഡ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് അവോയ്ഡ് ഹാർഷ് products. Be mindful of the products you use on your hands, such as soaps and sanitization. Opt for gentle moisturizing formulas that won't dry out your skin. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ്സിൽ കൂടുതലും നാച്ചുറൽ ഓയിൽസ് പെട്ടെന്ന് മാറുന്ന നമ്മുടെ നാച്ചുറൽ ഓയിലിൽ നഷ്ടപ്പെടുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. അത്ര ഹാർഷായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ സിക്സ്ത് വൺ ഈസ് regular inspections. Check our hands regularly for any cuts, cracks or signs of irritation. Prompt treatment can prevent infections and promote faster healing. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഹാൻഡിലെ സ്കിന്നിനോ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലെഗിലെ സ്കിന്നിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെന്ന്. എന്നിട്ട് നേരത്തെ അത് ഹീൽ ചെയ്യിക്കാനുള്ള പ്രിവെൻഷൻ എടുക്കുക.
Then seventh one is UV protection. Just like sunscreen protects your skin from UV rays, consider using a hand cream with SPF to protect against sun damage, especially if you spend a lot of time outdoors. നമ്മൾ ഫേസിലെ സ്കിന്നിന് എന്തിനാണോ സൺസ്ക്രീൻ ഇടുന്നത് അത്രയും ഇമ്പോർട്ടൻസ് തന്നെ ഒരു SPF ഉള്ള ഹാൻഡ് ക്രീം ഓർ മോയ്സ്ചറൈസർ നമ്മൾ ഹാൻഡിലും യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ഔട്ട്ഡോറിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഒരു UV പ്രൊട്ടക്ഷനുള്ള ഹാൻഡ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മൾ ഹെയർ കെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹെൽത്ത് കെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ സ്കിൻ കെയറിനെ പറ്റി പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആക്കാവുന്ന 2 ബോഡി പാർട്സ് തന്നെയാണ് നമ്മുടെ ഹാൻഡ് ആൻഡ് ഫീറ്റ്. ബട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടിട്ടാണ് ഞാനിത് സെപ്പറേറ്റ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സും ഈ സജഷൻസ് എല്ലാവരും കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഹാൻഡ്സിനെല്ലാം പറ്റുന്ന പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.